ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോസ് തന്നെ കേട്ടോ. അതിൻ്റെ ലുക്ക് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? സൈക്കിൾ റൈഡ് കണ്ടില്ലേ? സൈക്കിൾ റൈഡാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത്. നമ്മളെ മീനിൻ്റെ ഫുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അത് വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഒരുപാട് നാളെ ഇങ്ങനെ പോകണം കുറച്ചുണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ ഇന്ന് സ്കൈറ്റിംഗ് ഒന്നുമില്ല, ചെറുതായിട്ട് പനിയൊക്കെയാണ്. അപ്പോൾ വിചാരിച്ച് ഇങ്ങനെ കുറച്ച് ദുബായത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വിചാരിച്ച് അൾട്രിഗ, യൂണിയൻ, അങ്ങനെ ഓർലൻസിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആവുന്ന വഴിത്തെ നല്ല കുറച്ച് കാര്യങ്ങൾ, നൈറ്റ് മാർക്കറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് സമയമായതുകൊണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോസാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സൈക്കിൾ റൈഡ് കേട്ടോ. നമ്മൾ ഇന്ന് സ്കൈറ്റിംഗ് ഒന്നുമല്ല ചെയ്യുന്നത്, ചെറുതായിട്ട് സുഖമില്ലാത്തത് കൊണ്ട് സൈക്കിളുമ്മലാണ് നമ്മൾ പോകുന്നത്. ഹോർലാൻഡ്സിക്കാണ് പോകുന്നത്. അപ്പോൾ യൂണിയൻ, അൾട്രിഗ, അങ്ങനെ പിന്നെ അൾട്രിഗന്ന് പിന്നെ നിങ്ങൾ കാണാത്ത കുറച്ച് വഴികളൊക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുക. നല്ല അടിപൊളി റൈഡാണ്. നമ്മൾ മീനിൻ്റെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇവിടെ ഡോട്ട് വരച്ചിട്ടുണ്ടില്ല. അപ്പോൾ അത് സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ സൈക്കിൾ ട്രാക്കിൻ്റെ ഒരുവിധം സ്ഥലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഈ ഭാഗത്തും കഴിഞ്ഞിട്ടില്ല. ഫുള്ള് പണി കഴിയുന്നുണ്ടാൽ ഞാൻ എന്തായാലും സൈക്കിൾ ട്രാക്കിൻ്റെ ഒരു വീഡിയോസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് നിബന്ധനകളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ഇതിലൊക്കെ ഓടിച്ച് പഴയ ആക്സിഡൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനത്തെ സിഗ്നലിലൊക്കെ വരുന്നിടത്തൊന്നും ഇപ്പോൾ ഓടിക്കാൻ പാടില്ല. അവിടെ നിന്ന് ഇറങ്ങി തള്ളിയിട്ട് പിന്നെ ട്രാക്കുള്ള സ്ഥലത്ത് കൂടി ഓടിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പുതിയ നിയമങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് പിന്നെ ഒരുപാട് പാർക്കിങ്ങുകളെല്ലാം റോഡ് സൈഡിലത്തെ പാർക്കിങ്ങെല്ലാം എടുത്ത് കളഞ്ഞിട്ടായിട്ടൊക്കെ ചെയ്യുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹോർലാൻഡ്സിക്കാണ്. യൂണിയൻ, അൾട്രിഗ വഴിയൊക്കെ നമ്മൾ ഹോർലാൻഡ്സിക്കാണ് പോകുന്നത് മീനിൻ്റെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ലൊരു റൈഡാണ് സുഹൃത്തുക്കളെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ദുബായത്തെ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്.
അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ വന്ന് ലാസ്റ്റ് അൾട്രിക സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ അൾട്രിക യൂണിയനൊക്കെ കഴിഞ്ഞ് അൾട്രിക സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ കോർട്ടെല്ലാം കാണുന്നത് നൈറ്റ് മാർക്കറ്റിൻ്റെ താട്ടാ. നൈറ്റ് മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് തീരെ ചെയ്യാൻ പറ്റുന്നില്ല. പല കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും പിന്നെ ചെയ്യാം, നമുക്ക് നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നൈറ്റ് മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് സൈക്കിൾ ട്രാക്കാണ്. ഇത് വന്നിട്ട് ഒരു വർഷത്തിൽ മേലെ ഇവിടെയൊക്കെ സൈക്കിൾ ട്രാക്കായിട്ട് നമ്മളെ ഭാഗത്തൊക്കെ ഇപ്പോൾ ആക്കി തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും നമ്മളെ ഭാഗത്ത് സൈക്കിൾ ട്രാക്കിൻ്റെ പണി കഴിയുന്നുണ്ടാൽ നമുക്ക് എന്തായാലും ആ വീഡിയോസ് ചെയ്യണം. നൈറ്റ് മാർക്കറ്റിൻ്റെ വീഡിയോ നീണ്ട് പോവാണ്, അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തുറന്നിട്ടൊന്നുമില്ല, കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്, കുറച്ച് കടകൾ തുറന്നിട്ട് വരുന്നുള്ളൂ. 5 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. കുറച്ച് മണി കഴിയുന്നുണ്ടായാലും നല്ല തിരക്കുണ്ടാവും. അത് മാത്രമല്ല റിഗ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസുള്ള സ്ഥലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ നല്ല കച്ചവടം, നല്ല ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതിലൊക്കെ റൈഡ് ചെയ്ത് പോകാനും സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിതിലെ. രാത്രി നല്ല തിരക്കുള്ള സ്ഥലമാണ്, ഭയങ്കര ഒരു എൻജോയ് ആയിട്ട് ഇവിടെ ഫിലിപ്പീൻസുകളിൽ നിന്ന് കൂടുതൽ നടക്കുന്ന സ്ഥലമായിട്ടാണ്. ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസാണുള്ളത്. ഇപ്പോൾ ആഫ്രിക്കൻസും മറ്റുള്ള രാജ്യക്കാരെ കുറച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് കൂടുതലും ഫിലിപ്പീൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ റിഗ സ്റ്റേറ്റിലൂടെ ഇങ്ങനെ പോവാണ്. നമുക്ക് നേരെ പോകാനുള്ളത് ഹോർലാൻഡ്സിലേക്കാണ്. നല്ല കാഴ്ചകളാണ് സുഹൃത്തുക്കളെ, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക.
അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ ഒരുപാട് സ്ഥലങ്ങൾ പിൻപെട്ട് നമ്മൾ മുറക്കാബാദ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂണിയൻ അൾട്രിക അത് കഴിഞ്ഞപ്പോൾ മുറക്കാബാദ് സ്റ്റേറ്റ് നമ്മൾ നേരെ പോകുന്ന ഹോർലൻസിക്കാണ്. അങ്ങനെ ഇതാ കട എത്താനായിട്ടുണ്ട്. കടയത്തെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ അപ്പോൾ അവിടെ ഒരുപാട് ലൈവ് ഇതുകളും പിന്നെ ഗപ്പി, ഗോൾഡ് ഫിഷ്, ഷാർക്ക് അങ്ങനെ ഒരുപാട് ഫിഷുകളുണ്ട്. പക്ഷെ നമ്മൾ ഇതിന് മുമ്പ് വേറൊരു കടയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അതോടെ മറൈൻ അക്വേറിയം ഫിഷുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വില കൂടിയ ഫിഷുകളാണ്. ഇതെല്ലാം നമ്മളെ സാധാ നാട്ടിലും ഒക്കെ ഉള്ള ഫിഷുകളാണ്. ഗോൾഡ് ഫിഷ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഗപ്പികൾ, പിന്നെ ഫുഡുകൾ. അപ്പോൾ ഫുഡ് വാങ്ങാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. അങ്ങനെ ഫുഡ് സാധനങ്ങൾ. പിന്നെ ഇവിടെ കിളികളെല്ലാം ഉണ്ട് കേട്ടോ. കിളി, ഈ ലവ് അങ്ങനെ കുറച്ച് കിളികളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അതൊന്നുമില്ല അവിടെ. മെയിൻ മറൈൻ അക്വേറിയം ഫിഷുകൾ ഏറ്റവും വില കൂടിയ ഫിഷുകളാണ്. നമ്മളവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയത് അങ്ങനെ പുറത്തിറങ്ങി പോവാണ്. നമ്മൾ പോകുന്നത് വേറെ വഴി കേട്ടാണ്. പോകുന്നത് മുത്തിന പാർക്ക് ആ വഴിയൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ വന്ന വഴി കൂടിയല്ല, വേറെ വഴി കൂടി നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊന്നും അധികം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരെ നമ്മൾ റൂമിലോട്ട് പോവാണ്. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യാം. ഹായ് സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ മീനെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു പോകട്ടെ. റൂമിലേക്ക് തിരിച്ചു പോണ്. നല്ലൊരു അടിപൊളി വീഡിയോസ്. തണുപ്പ് സമയത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സൈക്കിൾ റൈഡ് തന്നെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ മീൻ ഫുഡ് വാങ്ങണം. ദുബായിത്തെ കുറച്ച് നല്ല അതിമനോഹരമായ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോസാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.